ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ആണെന്ന് പറയരുത്. ചായ കുടിക്കണം. വേണ്ട, ചായ കുടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. പൊളിച്ചു. മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോണം. ശ്രീമാൻ അരുൺ വരുന്നുണ്ട്, അത് കാരണം കൊണ്ട് ചായ കുടിക്കണ്ട. ചായ അരുണിന്റെ കൂടെ തരും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് പറയരുത്. എന്താ പറഞ്ഞത്? നമ്മൾ ഡ്രാമയായിട്ട് അവതരിപ്പിക്കാം. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ശോഭാസന ചായ കുടിച്ചോ? ഓ, ഞാനത് മറന്നുപോയി എന്ന് പറയും. ഇയാളെ കൊണ്ടൊന്നും പറ്റൂലടാ. അല്ല, അങ്ങനെ ഡ്രാമയുള്ള ഒരാളല്ലല്ലോ ഞാൻ. ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ എനിക്ക് ദേഷ്യം വരിക. ഞാനും അല്ല. ഒക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഭക്ഷണം എങ്ങനെ പൊതുവെ കാര്യത്തിൽ അത്ര വലിയ കഴിക്കാൻ ഒരു ഫുഡി അല്ല. എങ്ങനെ ശരിയാവും? ടോൾ സമരം നടത്തിയിട്ട് ഒരു അതികഠിനമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി. അപ്പൊ അവിടെ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സർജറി ചെയ്യേണ്ടി വന്നു ആ സമരത്തെ തുടർന്ന്. ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു സ്ത്രീ നേതാവ് കൂടിയാണ് ഞാൻ. അത്രയും തല്ലുണ്ടായിരുന്നു, അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി.